ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് വരുന്നത്. ഗസയിലെ വംശഹത്യയിലാണ് അറസ്റ്റ് വാറന്റ് ഇറക്കിയത്. നെതന്യാഹുവിനൊപ്പം 37 ഇസ്രായേൽ നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഗസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. റഫ ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. BK സുഹൈൽ വിശദാംശങ്ങളുമായി ചേരുന്നു. സുഹൈൽ, ഇതിലിപ്പോൾ തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നെതന്യാഹുവിനെ അലോസരപ്പെടുത്തുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഒരുപക്ഷെ ഉത്തരം. കാരണം തുർക്കിയിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ആശങ്കപ്പെടേണ്ടതുള്ളൂ. എങ്കിൽ കൂടിയും തുർക്കിയുടെ ഈ നീക്കത്തെ നമ്മൾ എങ്ങനെ കാണണം? ഒപ്പം ഒരു അന്താരാഷ്ട്ര സേന ഗസയിലെത്തിയാൽ കുറെ കൂടിയത് ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലും ഒപ്പം ഭാവിയിലേക്കും അത് ഗുണം ചെയ്യുമോ എന്നൊരു ചിന്ത നിലവിലുണ്ട്. അപ്പോൾ ആ സേന എപ്പോഴത്തേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗസയിലെ വംശഹത്യ ചൂണ്ടിക്കാട്ടി, അതേപോലെ തന്നെ മാനുഷികതയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് തുർക്കി ഇത്തരമൊരു നടപടി. വംശഹത്യക്കെതിരായ ഒരു അറസ്റ്റ് വാറണ്ട് നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ 37 നേതാക്കൾക്കുമെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇയാൽ സമീർ IDF മേധാവിയുണ്ട്, അതേപോലെ തന്നെ ഇറ്റാമർ ബെൻഗവർ സുരക്ഷാ കാര്യമന്ത്രി. ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റ് വാറണ്ട് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്നാണ് ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, തുർക്കി എന്ന് പറയുന്ന ഒരു നാറ്റോ അംഗരാജ്യമാണ്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിന്റെ ഘട്ടത്തിൽ മധ്യസ്ഥ രാജ്യമായി കൂടി പ്രവർത്തിച്ച രാജ്യമാണ് തുർക്കി, ഖത്തറിനും ഈജിപ്തിനുമൊപ്പം. പക്ഷേ ഈ അന്താരാഷ്ട്ര സന്നദ്ധ സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലാണ് തുർക്കിക്കെതിരെ അതിരൂക്ഷമായ നിലപാടുകൾ ഇസ്രായേൽ എടുത്തത്. ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന പേരിൽ ഗസയിലേക്ക് ഇനി വരേണ്ട അന്താരാഷ്ട്ര സേനയിൽ തുർക്കി ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ നിലപാടെടുത്തത്. യഥാർത്ഥത്തിൽ ആ നിലപാടിലുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലമായി ഈ മധ്യസ്ഥ റോളിലുണ്ടായിരുന്ന തുർക്കിയെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിന് തക്ക മറുപടി റജബ് തയ്യിബ് എർദോഗാൻ, തുർക്കിയുടെ പ്രസിഡന്റ്, മറുപടി നൽകുകയാണ് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ UN ഒരു പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് അമേരിക്ക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയായിരിക്കണം ഈ ഒരു സേന എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സേനയാണ് അവർ സ്വപ്നം കാണുന്നത്. പക്ഷെ അതിന് ഒരു അന്താരാഷ്ട്ര നീതി നിയമത്തിന്റെ ഒരു വ്യവസ്ഥയിലേക്ക്, ചട്ടക്കൂടിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി UN പ്രമേയത്തെ അവർ ഉപയോഗിക്കാനിരിക്കുകയാണ്. ഒപ്പം ആ പ്രമേയത്തിൽ ട്രംപിന്റെ 20 പദ്ധതികളിൽ കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു. ആ അന്താരാഷ്ട്ര സന്നദ്ധ സേന US തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന് എതിരുള്ള ഒരാളെ കൂടി അതിലേക്ക് ഞങ്ങൾ നിയോഗിക്കില്ല എന്ന് തുർക്കിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. തുർക്കി അടക്കം ഇസ്രായേലിന് എതിർപ്പുള്ള ഒരു രാഷ്ട്രത്തെയും അവിടെ നിയോഗിക്കില്ല എന്നുള്ളത്. ഇനി ഈ ഒരു വെടിനിർത്തലിൽ 1ാം ഘട്ടം കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സന്നദ്ധ സേന ഗസയിലേക്ക് വരിക, അത് ആ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക, അവിടെ ഈ സേനയുടെ ബലത്തിൽ ഒരു പീസ് ബോർഡ് എന്ന പേരിൽ ഒരു പുതിയ ഭരണക്രമം ഉണ്ടാക്കുക, അങ്ങനെ ഫലസ്തീനികളെ പുറന്തള്ളുക എന്നടക്കമുള്ള വിശാലമായുള്ള പദ്ധതി ഈ ഒരു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകെട്ടിലുണ്ട്. അത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം ആണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഗസയിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സഹായ സന്നദ്ധ പ്രവർത്തനങ്ങൾ അവിടേക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും നോർത്ത് ഗസയിലേക്ക്, വടക്കൻ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പട്ടിണി അതിരൂക്ഷമാണ്. അവിടേക്ക് വെള്ളമോ ഭക്ഷണമോ വൻതോതിൽ അനുവദിക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല. ഒപ്പം ഗസയുടെ പകുതിയോളം ഭാഗം മഞ്ഞ വര വരച്ചുകൊണ്ട് യെല്ലോ ലൈനിന്റെ കീഴിലാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് 150ഓളം വരുന്ന ഹമാസിന്റെ പ്രവർത്തകർ ഈ തുരങ്കങ്ങളിൽ ഉണ്ട്. അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുന്നു. അവരെ നിരായുധീകരിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുക എന്നതടക്കമുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല തരങ്ങളിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ അവിടെ സുഹൈൽ, ഈ രീതിയിലാണ് സാഹചര്യങ്ങൾ. പക്ഷെ അപ്പോഴും ഈ കരാർ പ്രകാരമുള്ള വ്യവസ്ഥകളുമായി ഹമാസ് മുന്നോട്ട് പോകുന്നുണ്ട്. ബന്ദികളെ കൈമാറി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന മുറയ്ക്ക് കൈമാറുന്നുണ്ട്. ഇപ്പോൾ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. സഹായങ്ങൾ എത്തിക്കാൻ അതിനനുവദിക്കുന്നില്ല. ഉപരോധം തുടരുന്നു. അതിനോട് എങ്ങനെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന
വെടിനിർത്തൽ ലംഘനം അത് ഒക്ടോബർ 10 മുതൽ തുടങ്ങിയതാണ്. ഏകദേശം 1 മാസത്തോളം അടുക്കുകയാണ്. ഇതിനിടയിൽ 250ഓളം പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സാധാരണ യുദ്ധമേഖലയിൽ ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെടാറുണ്ടോ അതിനേക്കാൾ കൂടുതൽ ശരാശരി അതിന് മുകളിലുള്ള ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകുന്നു. അമേരിക്ക പറയുന്നത് അത് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ ഒരു ലേഖനം പറയുന്നത് ഈ ഗസയുടെയും ഇസ്രായേലിന്റെയും അതിർത്തി പ്രദേശത്ത് ഒരു കമാൻഡ് സെന്റർ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീസ്ഫയർ HQ എന്ന പേരിൽ നടത്തുന്നുണ്ട്. അവിടെ ഇപ്പോൾ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു എന്ന് നടത്തുന്നത് ഇസ്രായേലിന് വിഘാതമാണ് എന്ന തരത്തിലാണ് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കാഴ്ചക്കാരായി മാത്രമാണ് ഇസ്രായേലി സേനയുള്ളത് എന്നുള്ളതാണ് ആ പത്രത്തിന്റെ ഒരു ആത്മരോഷം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. വെടിനിർത്തലിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുന്നുണ്ടെങ്കിൽ, സഹായ വിതരണങ്ങൾ തടയുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അമേരിക്കയും ഇസ്രായേലും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ആ സീസ്ഫയർ HQ-ലാണ് അതിന്റെ ബുദ്ധികേന്ദ്രം. അവിടെയാണ് അതിന്റെ എല്ലാ പ്ലാനിങ്ങും നടക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രം മതി, ഇത്ര സഹായങ്ങൾ ഗസയിലേക്ക് വന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നത് അത് ഇസ്രായേൽ മാത്രമല്ല, അത് അമേരിക്ക കൂടിയാണ്. ഇപ്പോൾ ഇത്ര കാലമായിട്ട് 1 മാസമായി വെടിനിർത്തൽ ആരംഭിച്ചിട്ട് ഇപ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറായിട്ടില്ല. അപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മധ്യസ്ഥ രാജ്യം അമേരിക്ക തന്നെയാണ്. ഇതിന്റെ യഥാർത്ഥ ഇടനിലക്കാരായി നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഈജിപ്തും മറ്റുള്ള രാജ്യങ്ങളും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ അങ്ങോട്ട് ഉയർത്തുന്നു എന്നുള്ളത് മറുഭാഗത്തുണ്ടെങ്കിൽ പോലും. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്ത രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും.